ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളവള വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ജീവിതകഥയുടെ ലാസ്റ്റ് ഭാഗം ഇന്ന് നിർത്താമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒന്നാം ഭാഗമോ രണ്ടാം ഭാഗമോ മൂന്നാം നാലൊക്കെ ആയെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല. ഇതിനിടയിൽ നമ്മൾ കുക്കിങ്ങും വീഡിയോയും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, കഥയുടെ ബാക്കി പറയൂ ബാക്കി പറയൂ ബാക്കി പറയൂ. എന്നിട്ട് ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് ഉടായിപ്പ് കഥയാണോ ഒറിജിനൽ കഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കങ്ങനെ കള്ളവും കപടമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം പറയുന്നവരെയും കുറ്റം പറയാൻ പാടില്ല. റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നവരോട് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. എങ്ങനെ വൈറലാവാം, ഏത് ലെവലിൽ കൂടെ വൈറലാവാമെന്ന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളോ കഥയും ചിലർക്ക് അങ്ങനത്തെ ഇതായിട്ട് തോന്നാം. എന്തായാലും നമ്മൾ യൂട്യൂബിൽ റീച്ച് കൂട്ടാനോ അങ്ങനെയൊന്നുമല്ല. നമ്മുടേതായ നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മുടേതായ കഥകളും നമ്മുടേതായ വിശേഷങ്ങളും നമ്മുടേതായ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അമ്പലം എപ്പോഴെപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ അമ്പലം എന്ന് പറയുന്നത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അമ്പലവും, ഞാനും എൻ്റെ അമ്മയും എൻ്റെ അമ്പലവും എന്നിങ്ങനെ പറയുന്നത് കൊണ്ട് അതൊന്ന് ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിലെത്തിയത്. അപ്പോൾ പറഞ്ഞു തീർന്നില്ല. ഇന്നും അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. ഓരോന്നും പറഞ്ഞു വരുമ്പോഴത്തേക്ക് വാക്കുകൾ മാറി മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മൾ അമ്മയ്ക്ക് ഇവിടെ ഇരിപ്പാടമൊക്കെ കൊടുത്ത കഥ വരെയൊക്കെ എത്തിയല്ലേ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മളങ്ങനെ നിത്യവും വിളക്കുകൾ ഇങ്ങനെ ചെറിയ കല്ല്, ചുടുകല്ലുണ്ടല്ലോ, ചുടുകല്ലെടുത്ത് ഇങ്ങനെ കൂട്ടി മൺചിരാതുണ്ടല്ലോ, മൺചിരാതിൽ നമ്മളിങ്ങനെ നിത്യവും ദീപം കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും അപ്പനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവർ നിത്യം ദീപം ഇരുന്നു. അങ്ങനെ കൊടുത്ത് വർഷങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയി കേട്ടോ. 1998 99 ഉള്ള കാലഘട്ടത്തിലെ കഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വിളക്ക് കാര്യം കൊടുത്തുകൊണ്ടിരുന്ന് 10-15 വർഷങ്ങൾ. 15 എന്ന് പറയുമ്പോൾ ഒരു 99 കഴിഞ്ഞിട്ട് 2015 വരെയുള്ള സമയം. 2015 വരെയൊക്കെ അപ്പനും അമ്മയുള്ള സമയം വരെ നിത്യവും വിളക്കും കാര്യങ്ങളും പൂജയായിട്ടൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് 2011 പെട്ടെന്ന് അപ്പനും അസുഖവും കാര്യമൊക്കെയാണ്, ഷുഗറും BP ഒക്കെ ഉള്ള ആളായിരുന്നു. എന്നാൽ കിടപ്പ് രോഗിയൊന്നുമല്ല, സ്മാർട്ടായിട്ട് നടക്കുന്ന ആളായിരുന്നു. ഇടയ്ക്ക് ഹോസ്പിറ്റലും കാര്യമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അപ്പനും ഒരു നിമിഷം അപ്പനും അങ്ങ് വിട്ടുപോയി കേട്ടോ. അച്ഛനും നഷ്ടപ്പെട്ട് 2011 മാർച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ആ പരിപാടി പിന്നെ അമ്മ ഏറ്റെടുത്ത്. പിന്നെ പൂജാമുറിയിൽ നമ്മൾ വിളക്കും പൂജ എടുപ്പൊന്നുമില്ല, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. രാമായണം വായിക്കാനോ ഭാഗവതം വായിക്കാനോ ഗണപതി എങ്ങനെ പൂജിക്കണമെന്നോ ഉള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മ നിത്യവും വിളക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ വിളക്ക് കൊടുത്തുകൊണ്ടിരുന്ന് 2011 അമ്മ അച്ഛൻ പോയി. അമ്മ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് 2016 പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് അമ്മയും പോയി കേട്ടോ. അമ്മയും നഷ്ടപ്പെട്ടു. അതൊക്കെ പറയണമെങ്കിൽ പിന്നെ വീണ്ടും പിന്നെ കഥകൾ കൂടി വരും. പെട്ടെന്നൊരു നിമിഷം രാവിലെ ജോലിക്ക് തലേ ദിവസം അമ്മയെ കണ്ട് അമ്മയുടെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അമ്മയായിട്ട് ഇച്ചിരിയൊക്കെ ഉടക്കി. അതും കഴിഞ്ഞ് രാവിലെ അമ്മയൊക്കെ കണ്ടിട്ട് ജോലിക്ക് പോയി. അവിടെ ചെന്നിട്ട് അത് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അമ്മയും നമുക്ക് നഷ്ടപ്പെട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഞാൻ ഒരു വർഷം വരെ മെൻ്റലി ഞാൻ ആകെ ഡൗൺ ആയി കേട്ടോ. പെട്ടെന്ന് ഒരു നിമിഷം അമ്മയൊക്കെ നഷ്ടപ്പെട്ടപ്പം നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യമായിരുന്നു. ആകെ ഒരു മാനസികവും ഡിപ്രഷനുമായിട്ടൊക്കെ അങ്ങനെ ആ കാലഘട്ടങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പിന്നെ വിളക്ക് എത്തപ്പും കാര്യമൊന്നുമില്ല കേട്ടോ. വിളക്ക് എത്തപ്പും കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിലെല്ലാം മുടങ്ങി. വിളക്ക് എത്തിപ്പില്ല, ശ്രദ്ധിക്കലില്ല, ഒന്നുമില്ല. വിളക്ക് എത്തിപ്പേ അങ്ങ് മുടങ്ങി, നമ്മളത് ശ്രദ്ധിക്കാണ്ടായി. അപ്പോൾ ഇതിനിടയിൽ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖം, നമ്മുടെ ജീവിതത്തിൽ തൊടുന്നതും എന്ത് തൊട്ടാലും പ്രശ്നങ്ങൾ, എവിടെ തൊട്ടാലും പ്രശ്നങ്ങൾ, എങ്ങോട്ട് പോയാലും പ്രശ്നങ്ങൾ, അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം. എന്തിനേറെ പറയണം, പ്രശ്നത്തിനോട് പ്രശ്നം തന്നെയാണ്. 2016 ജൂണിൽ അമ്മ നഷ്ടപ്പെടുന്നു. 2017 അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം ഞാനിങ്ങനെ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ 2017 വിളക്കം കത്തുമ്പും കാര്യമൊന്നുമില്ല. 2017 ഒരു ഒക്ടോബർ മാസം, ഒരു ഒക്ടോബർ 3, 2017 ഒക്ടോബർ 3 നമ്മൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മഴയും കാര്യമൊക്കെ ഉള്ള സമയമായിരുന്നു. അതും നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിപ്പോൾ നമ്മളിത് പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനും ഒരു ലേഡീസും ഒരു ജെൻസും ഞങ്ങൾ മൂന്നാളും കൂടെ പണിയെടുത്ത് ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം നമ്മളൊരു പിന്നീട് ഒരു മണൽക്കൂന അത് വെട്ടിക്കോരി മാറ്റിക്കൊണ്ട് നിന്ന്.
അപ്പോൾ ലാസ്റ്റ് ഒരു കുട്ടയ്ക്ക് ഉണ്ടായിരുന്നു, അവരെല്ലാം പണി നിർത്തി മാറി നിന്ന് എൻ്റെ കുരിപ്പിന് എനിക്ക് വിധിച്ചിരുന്നതാണ്. എനിക്കത് അനുഭവയോഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ മണ്ണിനെ എല്ലാമൊക്കെ നീക്കി ഇങ്ങനെ കോരിക്കൊണ്ട് നിൽക്കേണ്ടല്ലോ. മഴ പെയ്ത് കൊവുന്നിരുന്ന മതിൽ, മഴ പെയ്ത് കൊവുന്നു ഇരുന്ന മതിലുണ്ടല്ലോ, മൂടോട പകുതിയിൽ വെച്ചുമല്ല, സെറ്റോടെ പേസ്മെൻ്റ് അടിവാരത്തിൻ്റെ അവിടെ നിന്ന് മൊത്തത്തിൽ സെറ്റോടെ ഇങ്ങനെ വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എൻ്റെ കൂടെ നിന്ന ലേഡീസ് അവർ തൊട്ട് കുറച്ച് അപ്പുറത്തായിപ്പോയി, ആ ജെൻസ് തൊട്ടടുത്തുണ്ടായിരുന്നു. അതിൽ മൊത്തത്തിൽ എവിടെ വീണ് എങ്ങനെ നിന്ന് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ കിടത്തിയിട്ട് മൂടൂല്ലേ, നമ്മളെ കിടത്തിയിട്ട് മൊത്തത്തിൽ മൂടൂല്ലേ, ആ ലെവലായി. ബാക്കിൽ ഒരു മതിൽ, ഒരു കുഞ്ഞു ഇടവഴിയാണ് കേട്ടോ, ഒരു ഓട്ടോ പോണ വഴിയാണ്. ആ ഓട്ടോ പോണ വഴിയിൽ ഒരു സൈഡിലെ മതിൽ പുറത്ത് വീണ്, അടുത്ത സൈഡിലെ മതിലും മൊത്തത്തിൽ ഞാനും കല്ലും എല്ലാം കൂടെ ഫില്ല്. അപ്പോൾ ഇതിനിടയിൽ കൂടെ നിന്ന് ജെൻസിൻ്റെ കാലിലെന്തൊക്കെ വീണ്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കല്ലിനെയൊക്കെ വാരി മാറ്റി കഴിക്കാനും പറ്റണില്ല പുള്ളിക്ക്. ദൂരെ നിന്ന ലേഡി നിലവിളിയും കൊലവിളിയും, അവരെ മൈൻഡും പോയി. ആരൊക്കെയോ എങ്ങനെയൊക്കെയോ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്നത്തെ എൻ്റെ കാര്യത്തിൽ. അപ്പോഴും എൻ്റെ മനസ്സിൽ ആ നിമിഷം, ആ സെക്കൻഡിൽ ഓടി വന്ന മുഖം അതെന്നറിയാമോ, എൻ്റെ ഈശോയുടെ മുഖമാണ്. വീഡിയോ കട്ട് ചെയ്യാൻ പിന്നെ വീണ്ടും ഞാൻ വീഡിയോ എടുക്കേണ്ടി വരും. അന്നേരം ആ നിമിഷത്തിൽ അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി പിന്നെ പറയാൻ കേട്ടോ, എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ തീർക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ തീർക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ തീർക്കാൻ പറ്റുന്നില്ല. എത്ര മിനിറ്റായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ നിർത്തുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാൻ എടുത്താലുണ്ടല്ലോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എഡിറ്റ് ചെയ്യാതെ എനിക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്, പക്ഷെ പറ്റുന്നില്ല, കഥ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ടാറ്റ, ബൈ ബൈ.